ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച് തപ്പിക്കലോ. ഇന്ന് വന്നിരിക്കുന്നത് പുതിയ സ്പോട്ടിലാണ്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ് ഇന്ന് നമ്മൾ മാറ്റ് ഫിഷിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാസ്റ്റാണിത്. അത്യാവശ്യം നല്ല ഒരുത്തരാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിറയെ ചെളി നിറഞ്ഞൊരു സ്പോട്ടാണ്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് നല്ല ചതുപ്പാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല വെള്ളത്തിൻ്റെ അടുത്തോട്ട്. ഒരു ഹിഡൻ സ്പോട്ട് ആണെന്ന് തന്നെ പറയാം. ഇങ്ങോട്ട് അധികം ആളുകളൊന്നും വരാറില്ല, കാരണം ഇങ്ങോട്ട് വരാനായിട്ട് ഇച്ചിരി പാടാണ്. നിറയെ കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വലിക്കുന്ന സമയത്ത് അവിടെ പുല്ലും കോട്ടങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ കിട്ടിയാൽ നമുക്കത് മിസ്സാകും. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയിരിക്കുന്നത് വെറൈറ്റി ഐറ്റമാണ്. ഇത് കണ്ടിട്ട് എന്തായിട്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പണ്ട് കാലത്തെ ആൾക്കാരുടെ വല്ല ഉപകരണമാണോ അതോ ഇനി അവരുടെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ആണോ നടത്തില്ല. എന്താണെങ്കിലും അത്യാവശ്യം നല്ല വഴക്കുള്ള ഒരു മെറ്റലിൻ്റെ പീസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇതൊരു ഐറ്റം നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എന്തായിട്ടെന്ന് കണ്ടിട്ട് എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതിൽ കുറേ മായിൻ്റെ പൊടികളും. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടി. ഇത്രയും ദൂരം നമ്മൾ വന്ന് വെറുതെ ഇല്ല. നമുക്ക് എന്താണെങ്കിലും ഇത്തവണ സ്പോട്ടൊന്ന് മാറ്റി കാസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ തവണയും ഒരേ സ്പോട്ടിൽ കാസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക? പല സ്പോട്ടിലായിട്ട് പല പല ഐറ്റങ്ങൾ ഈ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. നമ്മൾ അതൊക്കെ തപ്പിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് ഈ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ്. കണ്ടിട്ട് നല്ല ആഴമുണ്ട്, കാരണം ചെളിയൊക്കെ നല്ലപോലെ കലങ്ങിയാണ് കിടക്കുന്നത്. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാലോ. പണ്ട് കാലത്തെ എന്തെങ്കിലും ചരിത്രത്തിൻ്റെ അവശേഷിപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാലോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെവി ഐറ്റം കിട്ടും എന്ന് കരുതാം. ഈ കാടിനുള്ളിൽ നിന്ന് നമുക്ക് തിരിച്ചു വലിക്കാനായിട്ട് പാടാണ്. എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടിയാൽ മിസ്സാകുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി കണ്ട് വേണം തിരിച്ചു വലിക്കാനായിട്ട്. ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത് തിരിച്ചു വലിക്കാം. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹെവി ഐറ്റങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വരെ നമുക്ക് കിട്ടിയിട്ടില്ലാത്തൊരു വെറൈറ്റി ഐറ്റമാണ് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടിയത്. ഇത് കണ്ടിട്ട് എന്തിൻ്റെയോ ബാക്കി പീസാണെന്ന് തോന്നുന്നു. വേസ്റ്റ് പീസാണെന്ന് തോന്നുന്നില്ല, എന്തോ ഐറ്റത്തിൻ്റെ ഒടിഞ്ഞു പോയ പീസാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അത്യാവശ്യം നല്ല വഴക്കമുള്ള എന്തോ ഐറ്റമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടി. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് പിന്നെ ഒന്ന് സ്പോട്ട് മാറ്റി കാശ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ നമുക്കായിട്ട് ഇവിടെ ഒളിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാടുണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് പോകാനും അവിടെ നിൽക്കാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ പോയിട്ടൊന്ന് കാശ് ചെയ്ത് നോക്കാമായിരുന്നു. ആ സൈഡിലാണ് നല്ല അത്യാവശ്യം ചെളിയുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ മാറ്റ് എറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെളി അലങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ആ സ്പോട്ടിലൊക്കെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടുകളായിരിക്കണം. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ കിട്ടിയാലോ. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്നുമില്ല, സ്ഥിരം കിട്ടുന്ന പോലെ കുറച്ച് മാലിൻ്റെ പൊടികൾ മാത്രം. ഇവിടെ മാലിൻ്റെ പൊടികൾ കുറവാണെന്നു. ചില സ്പോട്ടിലൊക്കെ പോയാൽ ഒരുപാട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.